ഒരു ഡേറ്റ് നൈറ്റാണ്. കൂടുതൽ പറഞ്ഞ് ചിലവാക്കുന്നില്ല. ഞാനും ഇപ്പം പുറത്തുനിന്ന് പോയി. ജോഹാനില്ലായിരുന്നു, അപ്പോൾ ഡേറ്റ് ആണല്ലോ. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഓഫർ സെയിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ മഹാറാണി വെഡ്ഡിങ് കളക്ഷൻ തൊടുപുഴയിലേക്ക് ഓടിച്ചാടി വന്നതാണ്. ഒരു രക്ഷയില്ല, നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല ആൾക്കാരും ഉണ്ട്. പിന്നെ അവിടെ ബില്ലിങ്ങിൻ്റെ സെക്ഷനിൽ കുറച്ച് ഡിലേ ആണ്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതെനിക്കൊരു നെഗറ്റീവായിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇന്ന് ഞങ്ങൾ പോയപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചടപടേന്ന് കഴിഞ്ഞു. അല്ലെങ്കിൽ നിന്ന് മനുഷ്യൻ്റെ അവസാനം വെക്കും. അങ്ങനെ ബില്ലും കൊടുത്ത് വെളിയിലേക്ക് ഇറങ്ങി പൊറോട്ടയും ബട്ടർ ചിക്കനും കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇരിക്കുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു, പക്ഷേ ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. ഞാനങ്ങനെ പൊറോട്ടയും ബീഫ് കറി ബട്ടർ ചിക്കൻ അങ്ങനെയൊന്നും കഴിക്കാത്ത ആളാണ്. നമ്മൾ യൂഷ്വലി രാത്രി ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തി കഴിക്കും, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് കഴിക്കും, ബിരിയാണി കഴിക്കും, അങ്ങനെയായിരുന്നു. ഇന്ന് ബട്ടർ ചിക്കൻ കഴിക്കണം, പൊറോട്ടയുടെ കൂടെ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. പിന്നെ കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. നേരെ സൂപ്പർ മാർക്കറ്റിൽ പോയി ഇതാ സുഹാനെ പോലൊരു കുഞ്ഞു വെച്ച് എനിക്ക് അവനെ മിസ് ചെയ്തു. ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങിക്കാനുണ്ടായിരുന്നു, സൺഫ്ലവർ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും വാങ്ങി നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് ഇറങ്ങി. കുറച്ച് സാധനങ്ങളൊരു ചെറിയൊരു ടിന്നൊക്കെ വാങ്ങിക്കാൻ, പാത്രമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് പെനിയിലേക്കാണ്. ഐസ്ക്രീം കഴിക്കാം, ഐസ്ക്രീമും കൂടെ കഴിച്ച് ഇന്നത്തെ കലാപരിപാടികൾ അവസാനിപ്പിക്കാമെന്ന് മിസ്റ്റർ ഹസ്ബൻഡ് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് എന്താണെന്നറിയില്ല, ഭയങ്കര തിരക്ക്. ശരിക്കും പറഞ്ഞാൽ വീക്ക് ഡേ ആയിട്ട് പോലും ഭയങ്കര തിരക്കാണ് ടൗണിലൊക്കെ. സാധാരണ നമ്മൾ ഇത്രയും തിരക്ക് കാണാറില്ല. അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും പർച്ചേസും വെക്കേഷനാണല്ലോ, അപ്പോൾ ഫുൾ ടൈം ഓണായിരിക്കും. ഞാൻ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാത്രി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ വരുന്നു, യൂഷ്വലി തിരിച്ചു പോകുന്നു, പിന്നെ രാത്രി അങ്ങനെ ഇറങ്ങാനുള്ള ടൈം കിട്ടാറില്ല. ഇതാ നമ്മുടെ സ്റ്റുഡിയോയിലൊന്നും കയറുന്നില്ല. കയറി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. സ്റ്റുഡിയോയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പെനിയിൽ കയറി ഒരു 2 ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോകാമെന്നാണ് നമുക്ക് വിചാരിച്ചിരിക്കുന്നത്. ഐസ്ക്രീം കഴിക്കാൻ കയറിയെന്നൊക്കെ സൊഹാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കുറച്ച് വയലൻ്റ് ആകും. ഇല്ല കേട്ടോ, കുഴപ്പമില്ല, അവനങ്ങനെ വിഷയമൊന്നുമില്ല. നമ്മളിപ്പോൾ കഴിക്കാൻ പോയി അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പുറത്ത് പോയി അങ്ങനെയൊന്നും പറഞ്ഞാൽ അവന് വിഷയം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ട് എ ഐസ്ക്രീം പേഴ്സൺ. എനിക്ക് ഐസ്ക്രീമൊന്നും അത്ര വലിയ പിടുത്തമില്ല. എനിക്കിഷ്ടമില്ല ഐസ്ക്രീം, ഷേക്ക് അങ്ങനെയുള്ള ഓരോ ഐറ്റംസും. തണുത്ത ഐറ്റംസ് അല്ലെങ്കിൽ മധുരമുള്ള ഐറ്റംസിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ വെറുതെ പറയുന്നില്ല കേട്ടോ, എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഒരു ഐസ്ക്രീം വെച്ചിട്ട് കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പം ഇപ്പോൾ 2 ഐസ്ക്രീം കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്ന ഒരാളല്ല, പക്ഷേ എനിക്കറിയില്ല എന്താണ് പെട്ടെന്ന് നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കയറിയതാണ്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാനത് ഒരെണ്ണം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അത് തീർക്കാൻ പറ്റുന്ന പാട്. അത് വാട്ടർ ബേസ്ഡ് ആയിരുന്നു, എന്നിട്ട് പോലും എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. എനിക്കെന്തോ ഇഷ്ടമല്ല, താല്പര്യമില്ല. പിന്നെ ആ ടൗണിലെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരക്കെല്ലാം ഒഴിഞ്ഞ് വീട്ടിലേക്ക് എല്ലാവരും പോകുന്ന ആ ഒരു ടൈമായി തോന്നുന്നു. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ആ ടൗണിലെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. മെയിൻ പാലം, പിന്നെ നമ്മുടെ ഇടുക്കിയിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് തിരിയുന്ന ഒരു സ്ഥലം. അങ്ങനെ വൈകുന്നേരം 6-6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഞാൻ. എന്നിട്ട് വീട്ടിലെത്തിയപ്പം 8 മണി 8:30. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നെ സാധനങ്ങളെല്ലാം തിരിച്ച് എടുത്തൊക്കെ വെച്ചു, കുളിച്ച് ഫ്രഷായി കിടന്നുറങ്ങി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നതായിരിക്കും. ബൈ.